എലിസബത്ത് ഉദയനോട് പറയാനുള്ളതാണ്. എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കല്യാണം തയ്യാറാണ്. അത് വേറെ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മോളത്തെ മുറിയിൽ താമസിച്ച് മാസ്റ്റുബേറ്റ് ചെയ്യാൻ അവിടെ പരിപാടി. നമസ്കാരം. ഈ ആറാട്ടണ്ണൻ പിന്നെ ഒരുത്തനുണ്ടല്ലോ അലൻ സി പെരേര്, ഈ രണ്ട് വാണങ്ങൾ, ഈ രണ്ടെണ്ണത്തിനെയും കൊണ്ട് ഒരു സമാധാനം ഇല്ലെന്ന് പറയേണ്ടത്. സത്യം പറഞ്ഞാൽ യുവമാർ ഒരു സാമൂഹിക വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയുമില്ല. ഡെയിലി യുവമാരുടെ വൃത്തികേടുകൾ കേൾക്കാനും കാണാനും രണ്ടുപേർക്കും മാനസിക രോഗം, രണ്ടെണ്ണത്തിനും തീരാത്ത മാനസിക രോഗികളാണ്. കുറച്ച് ദിവസം ഇന്ന് ഇത് ഈ വീഡിയോ ഇടാൻ കാരണം സത്യം നമ്മളിപ്പോ ഈ പറയുന്ന ബാലയും എലിസബത്തുമായിട്ടുള്ള വീഡിയോ നമ്മളിങ്ങനെ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചാനലിലും എന്റെ മറ്റേ ചാനലിലും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇപ്പൊ ഞാനൊരു ഒരു വീഡിയോ കണ്ടു. ഈ പറയുന്ന ആറാട്ടണ്ണന്റെ ഒരു വീഡിയോ കണ്ടു. എനിക്ക് ഈ പറയുന്ന എലിസബത്തിന് ഒരു ജീവിതം കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ നാറിയുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയിൽ. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോ ഇമാതിരി ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവനൊക്കെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിന് മുമ്പ് ഒരു 4-5 ദിവസം മുമ്പ് ഒരു പ്രാന്തൻ അവന്റെ വീടിന്റെ താഴെ ഇരുന്നു കൊണ്ട് മേളിൽ അവന്റെ കൂട്ടുകാർ എന്തോ തേങ്ങ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഏതാണ്ട് 8-9 മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ട്. ആ ഒരു സാധനം ആദ്യം കണ്ടതിന് ശേഷം അതിന് നല്ലൊരു മറുപടി കൊടുത്തതിന് ശേഷം ഇവൻ എലിസബത്തിനെ കെട്ടാൻ വേണ്ടി മുട്ടി നടക്കണ ഒരുത്തോണ്ടുള്ള ഒരു പ്രാന്തൻ, അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യം ഇവൻ ഒരാഴ്ച മുമ്പ് അവന്റെ വീട്ടിൽ നിന്ന് ഇട്ട ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾ അതാ കണ്ടിട്ടിരിക്കും. എനിക്ക് രണ്ടെണ്ണം പറയണമെന്ന് തോന്നിയിട്ട് അത് നമുക്ക് കേൾക്കാം. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മോളത്തെ മുറിയിൽ താമസിച്ച് മാസ്റ്റുബേറ്റ് ചെയ്യാൻ അവിടെ പരിപാടി. പച്ചമലയിൽ പറഞ്ഞ വാണോടിക്കുക. എന്റെ വീടെന്താ ലോഡ്ജാണോ? എന്റെ വീട്ടിലാണ് മോളത്തെ മുറിയിൽ മാസ്റ്റുബേറ്റ് ചെയ്യണവൻ. ഈ നാറിയുടെ അടുത്ത് ഞാൻ പറയണം, നീ ഇത് എന്തിനാ നമ്മുടെ അടുത്ത് ഒന്ന് പറയണത്? നിന്റെ വീട് ലോഡ്ജാണോ? നീ അവന്റെ അടുത്ത് പോയി പറയണ. നിന്റെ വീടിന്റെ തൊട്ട് മേളിൽ ഇരുന്നാണ് ഈ വൃത്തിയോട് കാണിക്കണം നീ പറയണത്. മാസ്റ്റുബേറ്റ് ചെയ്യണമെന്നോ ആണോ അടിക്കണമെന്നൊക്കെ നീ അല്ലേ പറയണത്? നീ എന്തിനാ നമ്മുടെ അടുത്ത് പറയണത്? ഇവിടെ തൊട്ട് മേളിൽ ഇരുന്ന് ഒരു വൃത്തിയോട് ചെയ്യുമ്പോൾ അവനെ പിടിച്ചു മാറ്റണോ? നീ നേരെ താഴെ ഇറങ്ങി വന്നിരുന്ന് ഈ വീഡിയോ ഇട്ടിട്ട് നമ്മുടെ അടുത്ത് അറിയിക്കണോ നിന്റെ വീടിന്റെ മുകളിൽ ഒരുത്തം വന്നിരുന്ന് ഉണ്ടാക്കണമെന്ന്? നിനക്ക് നാണം ഉണ്ടാടാ? ഇപ്പൊ നാണവും മാനവും ഉണ്ടാ? എനിക്ക് മനസ്സിലാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിന്റെ അടിയിൽ വന്ന കമന്റുകൾ കേട്ട് കഴിഞ്ഞാൽ ആലോചിച്ചു. സ്വന്തം വീട്ടിന്റെ 2ാമത്തെ നിലയിൽ അവന്റെ കൂട്ടുകാരന്മാർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തോളി കഴിയിട്ടോണ്ടിരിക്കും. വൈകിട്ട് രാത്രിയാകുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും. അതാണ് ഇവരെ മെയിൻ പരിപാടി. അവരെ സ്വന്തം വീടിന്റെ മേളിൽ ഒരുത്തൻ എന്തോ ചെയ്തെന്ന് ഒരു വൃത്തിയോട് കാണിക്കണമെന്ന് ഇവൻ തൊട്ട് താഴെ അവനെ പിടിച്ചു മാറ്റുന്നില്ല. ഇവൻ താഴെ ഇറങ്ങി വീഡിയോ ഇട്ടോണ്ടിരിക്കുക മറ്റവരെ കാണിക്കാൻ വേണ്ടിയിട്ട്. നിനക്കൊക്കെ എന്തിന്റെ സൂക്കേടറേ? നിങ്ങൾക്ക് രണ്ടെണ്ണത്തിനെ പറ. ഇനി അടുത്ത് ഇതായിരുന്നു ഇവന്റെ ആദ്യത്തെ ഒരു 5-6 ദിവസം മുമ്പ് വീഡിയോ. അതങ്ങ് മില്യനായി. അതിനുശേഷം ഞാൻ മറ്റതാണ് മറിച്ചതാണ് ഞാൻ മറ്റേ ഹോസ്പിറ്റൽ പോകാൻ ഞാൻ ഇവനെ ഫോളോ ചെയ്ത് സത്യം ഇവനെ കാണുമ്പോൾ എനിക്ക് ധരിച്ചു കയറും. സത്യം പറയാമല്ലോ. ഇനി ഇത് ഞാൻ ഇവനെ കുറിച്ച് ഈ പറയുന്ന ഈ ആറാട്ടണ്ണനെ കുറിച്ചൊന്നും ഞാനൊരു വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല. എങ്ങനെ പോയിട്ട് കുറെ ചിലക്ക് ബുദ്ധിയില്ലാത്ത കുറച്ച് മാനസിക സ്ഥിതി തെറ്റി കുറെ ജീവിച്ചു പോയി. ഇത് ചുമ്മാ കിടക്കുന്ന എല്ലാരെയും മേലിൽ വലിഞ്ഞു കയറുന്ന കേസ്. ഇവനറിയാലോ, കണ്ണി കാണുന്ന പെണ്ണുങ്ങളെ മൊത്തം പ്രപ്പോസ് ചെയ്യേണ്ട ജോലി. അത് ഈ പറയുന്ന സെലിബ്രിറ്റി ആയിട്ടിരിക്കുന്ന 4 ആൾ അറിയുന്നവരെ മാത്രമേ ഇവൻ ഈ പറയുന്ന പ്രപ്പോസ് ചെയ്യാറുള്ളൂ. ഈ ആറാട്ടണ്ണൻ അത് മാനസിക അസുഖമാണ്. അതിനൊരു മാറ്റമില്ല. അവന് ചെറിയൊരു മാനസിക അസുഖം ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഈ പറയുന്ന ശാന്തിയോട് ദിനേശ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്റെ 32 പല്ലിനെ അടിച്ച് താഴെ ഇടുന്നു. സത്യമാണ് അങ്ങനെ പറഞ്ഞു. അങ്ങനെയുള്ള സംഭവങ്ങളാണ് പറയുന്നത്. ഇന്ന് ഇവൻ അടുത്ത എന്ന് വെച്ചാൽ എനിക്ക് ഇനി ഏതെങ്കിലും പെൺകുട്ടി ഏതെങ്കിലും സിനിമാ നടിയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആറാട്ടണ്ണൻ എന്ന് പറയുന്ന തണ്ടിക്ക് ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പോ ഈ പറയുന്ന എലിസബത്തിനെ വരെ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ്. അത് എങ്ങനെയെന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് മറുപടി കൊടുക്കാം. എലിസബത്ത് ഉദയനോട് പറയാനുള്ളതാണ്. പറ. ഞാൻ നിങ്ങളുടെ ഒരുപാട് വീഡിയോസ് കണ്ടു. നിങ്ങൾ പറഞ്ഞ പല കാര്യത്തിൽ സാക്ഷിയായിരുന്നു ഞാൻ. നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ നമ്പർ കിട്ടാൻ കുറേ ശ്രമിച്ചു, നടന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. നിങ്ങൾക്ക് സെക്കൻഡ് ട്രോമയിൽ കൂടെ പോയി. ഞാനും അങ്ങനെ പോയിട്ടുള്ള ആളാണ്. നിങ്ങളൊരു ഡോക്ടറാണ്, ഞാനൊരു എഞ്ചിനീയറാണ്. എലിസബത്ത് ഉദയനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറെ ഡ്രാമയിലൂടെ കടന്നുപോയി, ഞാനും കുറെ ഡ്രാമയിലൂടെ കടന്നുപോയി. നിങ്ങളൊരു എഞ്ചിനീയർ. പക്ഷെ നീ എവിടുത്തെ എഞ്ചിനീയർ? അവൻ നിങ്ങളൊരു ഡോക്ടറാണ്, ഞാനൊരു എഞ്ചിനീയർ എന്നൊക്കെ ഇവൻ പറയണേ. എനിക്ക് അറിഞ്ഞൂടാ. അതിലപ്പോ ആയിരിക്കും അവന് ആരെങ്കിലും ജോലി കൊടുക്കുമെന്ന് അറിയത്തില്ല, സർട്ടിഫിക്കറ്റ് കാണുമായിരിക്കും. എന്നിട്ട് അവൻ പറഞ്ഞ് ഇനി അങ്ങോട്ട് പറഞ്ഞു വരുന്ന ഒരു സംഭവമാണ്. നോക്കും. ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു, നമ്പർ കിട്ടുന്നില്ല. പലയിടത്തുമായിട്ട് എലിസബത്തിന്റെ നമ്പറിന് വേണ്ടിയിട്ട് തിരക്കിയിട്ടുണ്ട്.
അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എലിസബത്ത് ഈ കേസ് അറിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് എലിസബത്തിന്റെ അടുത്ത് നമ്പർ കൊടുക്കട്ടോ എന്ന് ചോദിച്ചാൽ എലിസബത്ത് പറഞ്ഞു വേണ്ട, ഒരു കാരണവശാലും ഇവന് നമ്പർ കൊടുക്കില്ലെന്ന് പറഞ്ഞതാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോ അതിനുശേഷം നമ്പർ കിട്ടാത്തതിന് ശേഷമാണ് ഇവൻ വന്നിരുന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പബ്ലിക്കായിട്ട് പറയുന്നത് ഇപ്പോൾ നമ്മൾ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. എനിക്കിനി കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിനക്കിനി കല്യാണം കഴിക്കാൻ വേണ്ടി താല്പര്യം, എന്നിട്ട് അവന്റെ മുഖം പോണ പോക്കുണ്ട്. ഇവനെ കിട്ടിക്കഴിഞ്ഞ അമ്മയാണ്. നിനക്ക് എന്ത് സിമിലാരിറ്റി ഉണ്ടെന്ന് അവൻ പറയേണ്ടത്? നിനക്ക് ഭ്രാന്താണ്. നീ ആദ്യം ഏതെങ്കിലും മാനസിക രോഗം അവിടെ പോയി കിടന്ന് ആശുപത്രി കിടന്ന് ആദ്യം ചികിത്സയില്, എന്നിട്ട് കണ്ണി കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ നടക്കും. നാണോ മാനോ ഇല്ല നടക്കുന്നത്. താല്പര്യമുണ്ട്. കല്യാണം കഴിക്കാൻ രണ്ടുപേരും ഒരുപാട് പ്രശ്നങ്ങളോട് പോയിട്ടുണ്ട്. എന്നെക്കാൾ പ്രശ്നം അനുഭവിച്ച നിങ്ങളാണ്. ഞാൻ പബ്ലിക്കായിട്ട് പറയാൻ കാരണം ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കിട്ടാൻ കുറേ ശ്രമിച്ചു, കിട്ടിയില്ല. ബാല എന്തുവേണേ എന്നും ചെയ്യാം, നിങ്ങളും ചെയ്യാം. ഞാൻ സിമ്പതിയുടെ പേരിൽ അങ്ങനെയൊന്നുമല്ല. സിമ്പതിയുടെ പേരിൽ ഇവൻ വലിയ പൊസിഷനിലിരിക്കുന്ന ഹൈ പ്രൊഫൈലുള്ള ഹൈ സെലിബ്രിറ്റിയാണ്. സിമ്പതിയുടെ പുറത്തുനിന്നല്ല ഞാൻ നിങ്ങൾക്ക് ഒരു ജീവിതം തരാന്നാ പറയണത്. അറിയാം, നീ ആദ്യം പോയി ചികിത്സയുടെ ആറാട്ടണ്ട. നീ വല്ല മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോയി കെടാ, നിന്റെ അസുഖം മാറ്. നിനക്ക് നല്ല അടി കിട്ടാത്തതിന്റെ കുറവാണ് ആറാട്ടെണ്ണ. ഇതുവരെ കേട്ട് നിനക്കെതിരായിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷെ ഇത് ഇത്തിരി കൂടിപ്പോയി, മനസ്സിലായോ? ഇത് ഇത്തിരി വലുതായിട്ട് കൂടിപ്പോയി. അവിടെ വളരെ കഷ്ടപ്പെട്ട് ഈ പറയുന്ന ഇത്രയും സങ്കടം സഹിച്ച് അവിടെ ഇരുന്ന് ഇപ്പോഴാണ് ആ പെൺകുട്ടി ഒന്ന് പുറത്ത് വന്ന് ഒന്ന് ചിരിച്ച് സ്വന്തം തനിക്ക് അനുഭവിച്ച കുറെ വേദനകൾ ഈ മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് പറയാനുള്ള ഒരു ധൈര്യം കിട്ടിയത് ആ കൊച്ചിന് ഇപ്പോഴാണ്. അതിനെ മുതലാക്കിക്കൊണ്ടാണ് ഇതുപോലുള്ള നാറികൾ, ഇതുപോലുള്ള കുറെ ആണുങ്ങൾ എന്ത് ചെയ്തു ഇനിയിപ്പോ അതിന്റെ വേക്കിൽ നടക്കുന്നത്. നിനക്ക് ഞാനൊരു ജീവിതം തരാം, എന്റെയും എനിക്ക് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ എഞ്ചിനീയർ ആണ്, നീ ഡോക്ടറാണ്, നിനക്ക് പിന്നെ OCD ഉണ്ട്, എനിക്കത് എന്തൊരു നിനക്ക് മെന്റലാണ്, അവർക്കതില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ അതേ അവസ്ഥയിലൂടെ ഞാൻ പോയിട്ട് ഞാനും ബന്ധയിക്കുന്ന ആളാണ്. എനിക്ക് സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ട്, OCD നിങ്ങൾക്കും ഉണ്ട്. സൈക്കാട്രിക്കല്ല, മെന്റലി. അക്കാഡമി പോയിട്ടാണ്, നിങ്ങളുടെ ഫാമിലി അക്കാഡമി പോയിട്ടാണ്, എൻ്റെ ഫാമിലി അക്കാഡമി പോയിട്ടാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കല്യാണം തയ്യാറാണ്. അത് വേറെ ഒരു ദുരിതോഷവും ഇല്ല. നിങ്ങളോട് പറയാനുള്ളതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. വേറെ ഒരു ദുരുദ്ദേശവും ഇല്ല. എടാ നിനക്ക് വേറെ ഒരു ദുരുദ്ദേശം ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് ഒരു പെണ്ണിന് ഇതിന്റെ മാന്യമായിട്ടുള്ള വിവരമുള്ള ഏവളെങ്കിലും നിന്നെ കിട്ടുകൂടി, ആരെങ്കിലും ഓന്നപ്പെട്ട നിനക്ക് ഇനി പ്രപ്പോസ് ചെയ്യാൻ ഈ ഭൂഖണ്ഡത്തിൽ ആരെങ്കിലും ഉണ്ടാടെ ഈ സെലിബ്രിറ്റി ആയിട്ടുള്ളത്? ആരെങ്കിലും ഉണ്ടാ ആറാട്ടെണ്ണ? എടാ നീ ആദ്യം പോയി നിനക്ക് വേണമെങ്കിൽ പിരിച്ചു തരാം പൈസ. നീ ആദ്യം പോയി അവൻ കൂളം പാറയില്ല കുതിരോട്ടത്തെ പോയി കട. നിന്റെ മാനസിക അസുഖം, നിനക്ക് ഈ അസുഖം വേറെ ഒന്നിനുമില്ല. നിനക്ക് ഈ ഒരു പെണ്ണുങ്ങളെ കാണുമ്പോൾ അസുഖം മതി. നിനക്ക് വേറെയാണ് കിട്ടാനുള്ളത്, മനസ്സിലായി? എത്ര കിട്ടിയാലും പഠിക്കാതെ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു പെണ്ണ് വന്ന് മീഡിയയുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ രണ്ടുപേരെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇപ്പം ബാക്കിൽ നടന്ന് ഈ പറഞ്ഞ എങ്ങനെയെങ്കിലും ഫോൺ നമ്പർ വാങ്ങുക, അവരെ പ്രപ്പോസ് ചെയ്യുക, അവരെ ഈ മീഡിയയുടെ ഫ്രണ്ടിൽ നാണം കെടുത്തുക. ഇവിടെ നാണവും മാനവും ഉണ്ടാണ്. യവനും ആ പെരേരെ യവനെന്ന് ഒരു 5 പൈസയുടെ ബുദ്ധിയെ വിവരമില്ല. രണ്ടെണ്ണം ഒരു പിരി പോയി കിടക്കുകയാണ്. ആ പെരേരെ വിചാരിക്കണം അവൻ മോഹൻലാലിന്റെ അച്ഛൻ എന്നാ വിചാരിക്കുന്നത്, മനസ്സിലായോ? അവർക്ക് നടക്കണ കണ്ടു കഴിഞ്ഞാൽ എന്തോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ നടക്കുന്നത് എന്തുകൊണ്ടെന്ന് ജവനക്കെന്ത് ബുദ്ധിയില്ലെന്നേ. ഈ പറയുന്ന എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ രണ്ടുപേരും എന്തോ വലിയ സെലിബ്രിറ്റികളായി, നമ്മൾ ഈ നടന്മാരെയും കട്ടി അങ്ങ് അപ്പുറമായി എന്നൊക്കെയാണ് യുവമാർ വിചാരിക്കുന്നത്. കാരണം അത് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസോ ബുദ്ധിയോ ഇല്ല. എല്ലാത്തിനും ഒരു റിലേ പോയി കിടക്കുകയാണ്. പക്ഷെ റിലേ നിന്റെയൊക്കെ വീട്ടിൽ പോയിരുന്ന് കാണിച്ചാൽ മതി. സ്വന്തം വീട്ടിന്റെ പുറത്ത് പിന്നെ തട്ടമേൽ ഇരുന്ന് ഒറ്റയിരുന്ന് വൃത്തിയോടെ കാണിക്കണമെങ്കിൽ നീ അവനെ പോയി പിടിച്ചു മാറ്റണോ? നീ ഇവിടെ വന്ന് വീഡിയോ ഇട്ട് പറയണോടെ? ആറാട്ടെണ്ണ നീയൊക്കെ ആരെന്നാണ് നിന്റെയൊക്കെ വിചാരം? ആരെ കുറിച്ചും എന്തും ഇങ്ങനെ ഈ പറയുന്ന മീഡിയയിൽ വന്നിരുന്ന് അങ്ങ് പറഞ്ഞ് തള്ളി വിടാന്ന് കരുതിയോ? നീ നിനക്ക് അത്രയ്ക്ക് മുട്ടിയെങ്കിലും അവിടെ വല്ല പാവപ്പെട്ട പെണ്ണാണ് അവിടെ, അവനൊക്കെ പിടിച്ച് നീ ഒരു ജീവിതം കൂടി. നിനക്ക് സെലിബ്രിറ്റിയുടെ മാത്രമേ പോകത്തുള്ളൂ, സെലിബ്രിറ്റിയുടെ മാത്രമേ കാണത്തുള്ളൂ. അല്ലെങ്കിൽ ഈ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കുന്നവരെ മാത്രമേ നീ കെട്ടത്തുള്ളൂ ആറാട്ടെണ്ണ തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടും കൂടി കെട്ടടേ, നിങ്ങൾ രണ്ടും കൂടി കെട്ട്. ഈ പറയുന്ന പെരേരെ നീയും കൂടി കെട്ട്, അതാകുമ്പോൾ പ്രശ്നമില്ലല്ലോ. അമ്മാണ് ഇതുപോലത്തെ ഒരു സാമൂഹിക വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതുവരെക്കടി ഇതിനെ പറ്റി ഒരൊറ്റ അക്ഷരം മിണ്ടിയിട്ടില്ല. പക്ഷെ ഈ എലിസബത്തിന്റെ കേസ്, എലിസബത്ത് എന്താണ് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഡ്രാമയിലൊക്കെ നിന്നുകൊണ്ട് ഇപ്പൊ ഒന്ന് മാറി, ഇപ്പൊ ലാസ്റ്റ് വീഡിയോയിലേക്ക് തിരിച്ചു കളിച്ചൊക്കെ വരുന്നുണ്ട്. സ്വന്തം കാണിച്ച കുറെ വേദനകളൊക്കെ തുറന്നു പറയാനുള്ള ഒരു കരുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവനെ പോലുള്ള പരനാറികൾ വന്നിരുന്ന്, ഇവനെ പോലുള്ള മാനസിക അസുഖമുള്ള കുറെ എണ്ണം വന്നിരുന്നുകൊണ്ട് അവളെ കെട്ടാന്ന് ഇവനെതിരെ കേസ് കൊടുക്കുകയാണ് എലിസബത്ത് ചെയ്യാനുള്ളത്, മനസ്സിലായോ? ഇവനെ നിന്നും അടുപ്പിക്കരുത്. ഈ നമ്പർ കൊടുക്കാത്തത് നന്നായി. അല്ലെങ്കിൽ അവൻ പിന്നെ ഡെയിലി ഈ ശാന്തിയോട് ദിനേശ് പറഞ്ഞല്ല, ഇവൻ പല നമ്പറിൽ നിന്ന് മാറി വിളിച്ചോണ്ടിരിക്കും. കാരണം ഇവൻ നോർമൽ അല്ലെന്നേ,
മാനസിക രോഗികളാണ്. നിങ്ങളുടെ അപ്പുറം നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തും. വലിയ കഷ്ടം. ജയ് ഹിന്ദ്.